ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്കൊരു സർപ്രൈസ് കിട്ടി. അത് എനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. ഇന്നലെ ഞാൻ വൈകുന്നേരം എന്തേ പോലെ അവിടെ കിടന്നുറങ്ങിയായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയപ്പം എല്ലാവരും എന്നെ കിടന്ന് വിളിക്കുന്നു. അമ്മ വിളിക്കുന്നു, മാപ്പി വിളിക്കുന്നു, കുറേ കാള് വരുന്നു, ഡോറി ഇട്ട് തട്ടുന്നു. ഞാൻ മറ്റേ ഞെട്ടിയൊക്കെ ഇന്നിട്ട് കഥ തുറന്നപ്പം ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ബാ കുട്ടൂസാണ് ഗൈസ്. കുട്ടൂസ് അങ്ങനെ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നു. അവൻ ബാംഗ്ലൂരിൽ നിന്ന് സാധാരണ എല്ലാവരും ട്രെയിനോ മറ്റേ കല്ലട പോലത്തെ ബസ്സൊക്കെ ബുക്ക് ചെയ്താൽ വരാറുള്ളത്. അവൻ വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ 5 ബസ്സൊക്കെ കയറിയിട്ട് വന്നു. അവൻ ബസ് ബുക്ക് ചെയ്തത് മിസ്സായി പോയിട്ട് ഇവൻ ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ ടു സേലം പാലക്കാട് നിന്ന് കൊല്ലം കൊട്ടാരക്കര, അങ്ങനെ ഓട്ടോ പിടിച്ച് ലൊക്കേഷൻ ഇട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കയറി എൻ്റെ റൂമിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ ഷോക്കായി പോയിട്ട് ഇവ ഇന്നലെ ഫുഡൊന്നും കഴിക്കാതെ വന്നേ. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. അടുത്ത ദിവസമാണ് ഈ ദിവസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നും ഇല്ല. 200K ആയി മെയിൻ ചാനൽ, നിങ്ങൾ അറിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഭാഗം നമ്മുടെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. മാപ്പിയ നേരത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അച്ചൂസ് ബോയ് അറിയായിരിക്കും. അപ്പോൾ അച്ചൂസ് ബോയ് നമ്മളെല്ലാവരും കൂടെ ഫസ്റ്റ് പരിപാടി ഇവന് ഫോൺ എടുക്കണം. ഇവൻ്റെ ഡിവൈസ് എൻ്റെ ലൈവ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു 2GB റാം. എന്തിനാണ് ഒരു 2GB റാം, ഒരു റിയൽമി C20 ആണ്. അത് ഭയങ്കര ശോകമെന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ശോകമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ മൈജിയിലോട്ട് പോവുക, ഇവന് ഡിവൈസ് എടുക്കുക. എന്നിട്ട് നമ്മൾ എറണാകുളത്ത് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് പോകും, അവിടെ സ്റ്റേ, അവിടെ കുട്ടനും ഡെഡ്ഷോട്ടൊക്കെ വരും. എന്നിട്ട് നാളെ ലുലുവിൽ വെച്ചൊരു മീറ്റപ്പ് ഉണ്ട്. അപ്പം ഞാൻ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഇടും. അത് കഴിഞ്ഞിട്ടായിരിക്കും വ്ളോഗ് വരുന്നത്. അപ്പം മീറ്റപ്പിന് വരുന്നവർക്കൊക്കെ വ്ളോഗിൽ കയറാൻ അവസരം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. എനിക്ക് കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ബാക്ക് ക്യാമറയിലാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നലെ രാത്രി കയറിയതാ. കയറിയപ്പോ രാവിലെ എത്തുന്നു. ഇവർ മാപ്പിയും കൂടിയിട്ട് കേക്ക് കൊണ്ട് വരാന്ന് വിചാരിച്ചു. സർപ്രൈസ് തരാം, എനിക്ക് സർപ്രൈസ് തരാം. പക്ഷെ ബസ് മിസ്സായി. അവിടെ നിന്ന് ഒസൂർ, സേലം, അങ്ങനെ മാറി കയറി ഇങ്ങോട്ട് എത്തി. ഇവൻ എന്തായാലും പോയി ഫോൺ എടുത്തിട്ട് നമ്മൾ എറണാകുളത്ത് പോകും. അപ്പം എറണാകുളം മീറ്റപ്പ് കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റേ പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ അതാണ് ഈ ഒരു വ്ളോഗ്. അപ്പം എല്ലാവർക്കും വെൽക്കം ഗൈസ്, അടുത്തൊരു വ്ളോഗിലേക്ക് വെൽക്കം. ഐസ്, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഇനിയിപ്പോൾ മൈജിയിൽ എത്തിയിട്ട് കാണാം. അധികം ടൈം ഇല്ല. ഇപ്പം തന്നെ അറൗണ്ട് ടൈം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 12 മണി ആവാറായി. ഇനി ഇവിടെ വന്ന് ലൈവൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് എത്ര ടൈം ആവുമെന്ന് അറിയത്തില്ല. ഐസ്, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഓൺ സ്റ്റോറി വന്നപ്പോൾ നമുക്ക് ഡിവൈസ് കിട്ടി. മൈജിയിലും ഓക്സിജനിലും എങ്ങും ഡിവൈസ് ഇല്ല. ഇവിടെ ഡിവൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡിവൈസ് പോയി നോക്കാം. ബാ. ഫൈനലി ഇത് ഏതാ ഡിവൈസ്? ഏതാ? IQ Z10X ആണ് ഇവന് നോക്കിയ ഡിവൈസ്. ഇത് നമ്മൾ ലൈവിലൊന്നും പറയത്തില്ല. ഇത് കാണേണ്ട ഒരു വ്ലോഗ് തന്നെ കാണണം. ഓക്കെ, അപ്പം ഇത് ഹാപ്പിയാണോ? നീ ഹാപ്പിയാണ്? നോക്കി നടന്നൊരു ഫോണാണ്. അച്ചൂസ് റെക്കമെൻഡ് ചെയ്യുന്നു. Z10X എന്താ 8GB വേരിയൻ്റ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഫോണിനെ പറ്റി വലിയ PC യെ പറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ മെയിനായിട്ട് വരുത്തിയ കാര്യം അതാണ്. ഓക്കെ, ഈ സ്പോർട്സ് പ്ലെയറിൻ്റെ സജഷനാണ്. ഒരു സ്പോർട്സ് പ്ലെയറിൻ്റെ സജഷൻ. പോയി ചായ കുടിക്കായിരിക്കും. സംസ്കാരം നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? കുട്ടൂസ് ഫോണ് പൊട്ടിക്കാൻ പോകുന്നു. മറി ഔട്ട് ഓഫ് ക്യാമറ. ഡ്രീം മൊമെന്റാ ചെറുക്കൻ്റെ. അങ്ങനെ കുട്ടൂസിന്റെ ഡ്രീം മൊമെന്റ് ചപലമാകുന്നു. ചപലമല്ല, സബലം.
ഗൈസ് അവന് ഫോൺ എടുത്ത് കാണിച്ചേ, ഫോണിൻ്റെ അകത്ത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കേസ് വരുന്നുണ്ട്, ഇവിടെ കേസില്ല ഇനി. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് കേക്ക് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാം. ഗൈസ് അപ്പം നമുക്ക് 1 സ്റ്റോറിൽ നിന്നാണ് ഡിവൈസ് കിട്ടിയത്. അങ്ങനെ ഫൈനലി അവന് ഡിവൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് മേടിക്കാൻ നേരെ പോവാം. അച്ചസ് അവിടെ അവൻ്റെ iPhone 16 കൊടുത്തിട്ട് വേറെ ഏതാണ്ടൊക്കെ മേടിക്കുക. ഇവിടെ നല്ല ഐഫോണിൻ്റെ സെക്കൻഡ്സിന് നല്ല സെയിലാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഇവരുടെ പേജൊക്കെ നോക്കി അറിയാം. അപ്പം ഇനി നമ്മൾ വീണ്ടും നമ്മളകത്ത് നിന്നപ്പോൾ മഴ പെയ്ത് അറിഞ്ഞില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് കേക്ക് മേടിക്കുക പോവാം, വേറെ പരിപാടിയൊന്നുമില്ല. ഗൈസ് അങ്ങനെ കേക്ക് മേടിച്ചു, അവന് ഫോൺ മേടിച്ചു, കാര്യങ്ങളെല്ലാം മേടിച്ച് ഇനിയിപ്പം വേഗം കേക്ക് മുറിക്കുക, ലൈവ് ഇടുക, പെട്ടെന്ന് പോയി. ഇപ്പോൾ തന്നെ സമയം 1:10 ആയിട്ടുണ്ട്. ഭയങ്കര ടൈം പോയി. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം ടൈമിലൊക്കെ എറണാകുളത്ത് ഭയങ്കര ബ്ലോക്കാണ്. അപ്പം നേരത്തെ പോകണം. ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി ലൈവ് ഇടാൻ പോവുക. കേക്കും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇതാണ് കേക്ക്. മാറി ഗൈസ്, ഇതാണ് കേക്ക്. ഹാപ്പി 200K ഒരു പി പോയി പെട്ടി വെച്ച് അടച്ചോണ്ട് വന്നപ്പോൾ. അപ്പോൾ ഇത് കേക്ക് നമ്മൾ ലൈവ് ഇട്ടിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് തെറിക്കുക. ലൈവ് ഇടുക, ഇതൊന്ന് മുറുക്കി ഇവിടുന്ന് ഡയറക്റ്റ് തെറിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇത് ട്രൈപോഡ് ഫിക്സ് ചെയ്യുകൊണ്ട് എനിക്ക് അത് എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ഇനി ബാക്കി ലൈവിലെ ക്ലിപ്സ് വേണമെങ്കിൽ ഇതിൽ വ്ളോഗിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഉടനെ എറണാകുളം പോവാണ്. എറണാകുളം പോയിട്ട് എറണാകുളത്തുനിന്ന് ഗ്ലിച്ചിനെ എടുക്കും. എന്നിട്ട് അവിടെ റിസോർട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അവിടെ കുട്ടൻ്റെ ഹെഡ്ഷോട്ടും വരും. അവിടെ പോയി സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ ലുലുവിൽ വെച്ച് മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ, മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം എറണാകുളം ലുലുവിൽ, കൊച്ചിയിലെ ലുലുവിൽ വന്നാൽ മീറ്റ് ചെയ്യാൻ പറ്റും. ആ കേക്ക് കണ്ടില്ലല്ലേ നിങ്ങൾക്ക് കേക്ക് കാണാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കേക്ക്. ഇതിൽ ഈ വെച്ചേക്കുന്ന കുന്നും മലയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് മഴവെള്ളവും വെള്ളപ്പൊക്കവും ഒക്കെ അല്ലേ, നാശനഷ്ടം സംഭവിച്ചു. ഹാപ്പിയുടെ പീക്ക് അങ്ങനെ ഒരു പീ ഇല്ല. എന്തായാലും ഒരു പീ ആണെങ്കിലും 2 പീ ആണല്ലോ. ഹാപ്പി മുറിക്കാൻ പോവാണ്. ബൈ ബൈ. ഹാപ്പി 200K. 200K. ഹാപ്പി 200K. സമയമില്ല, അപ്പൊ ഇത്ര ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ബൈ 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 ഗൈസ്. അപ്പൊ നിർത്തുവാണ്. ടാറ്റ എല്ലാവർക്കും ബൈ. നാളെ വരാൻ പറ്റുന്നവരൊക്കെ എറണാകുളം ലുലുലു ആയോ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം നമ്മൾ പെട്ടെന്ന് ലൈവ് ഇട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞു, കേക്കൊക്കെ മുറിച്ച് അതെല്ലാം നമ്മൾ കുറച്ച് ക്ലിപ്പ് ചെയ്ത് കാണിക്കാം. അപ്പം ഇപ്പൊ തന്നെ സമയം 2 മണിയായി. ഇനി ടൈമില്ല, ഒരു 4-5 മണിക്കൂർ എടുക്കും നമുക്ക് എറണാകുളത്തില്ല. അവിടെ ചെന്നിട്ട് റിസോർട്ടിന്റെ കാര്യം കൺഫേം ആയിട്ടില്ല. ഡെഡ് ഷോട്ട് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എടുക്കും. എന്തുവാ ഗൈസ്? അപ്പം നമ്മൾ പറക്കി കയറ്റിക്കോ. ഇതെല്ലാം ക്രോക്സ് ആണോ? ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് ഇട്ടേക്കുന്നത്. നാളെ എത്തുമ്പോഴത്തേക്ക് മാറ്റണം, വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം. ഒരു കുടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബാഗ്. ഗൈസ് അപ്പം റെഡി. അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കുകയാണ്. ബൈ ബൈ. ഇനി അവിടെ ചെന്നിട്ട് നോക്കാം എന്തോന്ന് വെച്ചാ. പോകുന്ന ക്ലിപ്പെല്ലാം നമ്മൾ പെട്ടെന്ന് ഉടനെ കാണിക്കും. ഫുഡ് അടിക്കാൻ കയറണം. ഇപ്പൊ നട്ടുച്ച സമയമാണ്, ഫുഡ് അടിച്ചിട്ടില്ല. നല്ല കാറ്റുണ്ട്. അപ്പം ഗൈസ് ഇനി ഫുഡ് അടിക്കാൻ നിർത്തുന്നിടത്ത് കാണിക്കാം. ഡീസലടിക്കാൻ വന്നു. നമ്മൾ ഡീസൽ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഫുൾ ടാങ്ക് ഡീസൽ. ഗൈസ് ഡീസൽ കണ്ട എന്തോ പൊടി ഇരിക്കുന്നു ഇവിടെ. ഇത് ആക്സിഡന്റ് ആയി ഗൈസ്. ഒന്നും അറിയാൻ വയ്യ. വണ്ടി എടുത്ത് ഇവന്റെ ഫ്രണ്ട് എന്റെ പള്ളി. അതിന്റെ ഫ്രണ്ട് നല്ല ഇടി അടിച്ച് ആ ബീറ്റ് ഷവർലെറ്റ് ബീറ്റ് വന്ന ബൈക്കിൽ ഇടിച്ച ലോറിയുടെ കീഴിലെ ബൈക്കുകാരൻ പോയി. വല്ലാത്ത പോക്കായി പോയി കേസ്. അത് ഞാൻ ചവിട്ടി, എന്റെ മുമ്പിലായിരുന്നു, ഞാൻ ചവിട്ടിയാ നിർത്തി. മുമ്പിലുള്ളവൻ ചവിട്ടിക്കൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ച് ചവിട്ടി. നോക്കുമ്പോ ആ ലോറിയുടെ കീഴിലെ ബൈക്ക് കിടക്കുന്നത്. ഓരോ വഴിക്ക് മുമ്പ് ഇതൊക്കെയാ. ഞാനാണെങ്കിൽ നമ്മള് മാന്യമായ സ്പീഡ്. എന്തുവാ ഞാൻ എന്തോ ചെയ്തട്ടാ. ഇനി സ്പീഡ് നോക്ക്. ഞാൻ 60-70 പോലെ.
ഇതിലൊന്നും കൂടി ഒരു ഇതുമില്ല. A few minutes later. ഹോട്ടൽ ശ്രീവത്സവാണ് ഇത്. പിന്നെ കടുക്കതാ രണ്ട് നോക്കി അടുത്ത് അടുത്ത്. It was at this moment that he knew he fucked up. വല്ലാത്ത കഴയായിരുന്നു അല്ലേ? മാപ്പി ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചു തന്നു. മാപ്പി ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചു തന്നു. മാപ്പി എന്താണ് അഭിപ്രായം? ആവട്ടെ, ആയിക്കോട്ടെ. അഭിപ്രായം ഗൈസ്, ഫുഡ് വന്ന് 2 ബിരിയാണി ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ബിരിയാണി പറഞ്ഞു. ഇവന്മാർ 2 ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. ഇങ്ങോട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പറയും എല്ലാവരും പറയും മിക്കവാറും. A few minutes later. ആ വണ്ടി കണ്ട EV6 ഗൈസ്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്ത് കാര്യം ഇതിനൊക്കെ ഗൈസ്. അപ്പൊ ഇനി മുമ്പോട്ട് പോവാണ്. ഫോണിന് ചാർജ് ഇല്ല, ഞാൻ കുത്തിയിടുക. അപ്പം ഇനി അങ്ങോട്ടുള്ള ക്ലിപ്സ് കുറച്ച് കഴിഞ്ഞിട്ട് കാണത്തുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഇനി 4 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പൊ സമയം 4 മണിയായി, 8 മണിയാവും തേഞ്ഞു. അപ്പം ബാക്കി അന്നേരം അവിടെ കിട്ടുന്നോ നോക്കാം. ഹോട്ടല് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, റിസോർട്ട് ബുക്കായി. ഗൈസ് നമ്മൾ കോട്ടയത്ത് വന്നിട്ടുണ്ട്. അങ്ങോട്ട് കാണില്ല. കോട്ടയത്തായിട്ടേ ഉള്ളൂ. ഇപ്പൊ സമയം 5:20 5:22. അപ്പം കോട്ടയത്ത് മറ്റേ നടുക്കത്തെ കമ്പിയുടെ അതുവഴിയൊക്കെ പൊക്കോണ്ടിരിക്കും. ഒന്നും അറിയില്ല. ആലപ്പുഴ വഴി പോയാൽ മതിയായിരുന്നു. ഇത് പറഞ്ഞ് കാടുള്ള വഴി കൂടെ പോവാം. ഇതിപ്പോ കാടുമില്ല, ഒന്നുമില്ല. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് പെട്ടെന്ന് സ്പീഡിൽ മുടിഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ടൈം ആയതുകൊണ്ട് കൊച്ചാട്ടനൊക്കെ എന്തു കാണിക്കുന്നേ. ഇതുവഴിയൊക്കെ വന്നിട്ട് അതുവഴി പോകും. ഗൈസ്, നമ്മള് ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഞാൻ വേറെ വണ്ടിയൊക്കെ കാണിച്ചു തരാം. കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്ത് തരാം. കുറച്ച് മോഡിഫൈഡ് ചേട്ടന്മാരൊക്കെ ഇവിടെ നടന്ന് ഒരു കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി, ഒരു ഹോണ്ട സിറ്റി എന്ന് തോന്നുന്നു. ആ കട്ടില്ല, നല്ലൊരു അടിപൊളി വണ്ടി അവിടെ നിരത്തിയിട്ടേക്കുന്ന പജേറൊക്കെ. ഞാൻ എൻ്റെ ഫോട്ടോയും ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വൈബ് സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ നിർത്തിയതാണ്. വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ വൈബ് സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിന്റെ പുറകിൽ ഒരു കിടിലൻ ഹോണ്ട സിറ്റി ഉണ്ട്. മഴ പെയ്യുന്നു. വണ്ടി കയറിക്കോ. മഴ. ഫോൺ കാണിക്കില്ല. അമ്മ ഓടി വരുന്നു. രണ്ടെണ്ണം കണ്ടെത്തുന്ന വരുവാ ഓടിക്കൊണ്ട് മഴ പെയ്തപ്പോ. ബാബാ പോ. വണ്ടി കണ്ടാ അതൊക്കെയാണ് ബാക്കിൽ KSRTC പ്രൈവറ്റ് ബസ്. അതേ ജ്ഞാപകം, അതേ സൗരഭം വീണ്ടും ഒരു മുறை എൻ പിഴை മറந்து നീ വന്നിട് ഉனை പിരിന്തേങ്കിരേൻ വന്നിട്.
ഗൈസ് മഴ എന്ന് പറഞ്ഞാൽ നല്ല മുതുമഴ, റോഡ് പോലും കാണാൻ പറ്റുന്നില്ല, അമ്മാരി മഴയാണ്. കുറെ നേരം കൊണ്ട് പറഞ്ഞാൽ ഒത്തിരി നേരം കൊണ്ട് മഴയാണ്. നമ്മൾ വരാൻ നേരം തൊട്ട് മഴയാണ്. ഈ പോക്ക് വെച്ചിട്ടാണെങ്കിൽ ഇനി കാണിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറാണ്, 1.25 മണിക്കൂർ, 7:45, 8 മണിയാവും. എറണാകുളത്തെ അല്ലേ, അവിടെ ചെന്നിട്ട് ഗ്ലിച്ചിനെ എടുക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തോ ആവും. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, റോഡ് ഫുള്ള് വെള്ളം. എനിക്ക് റോഡ് കാണുന്നില്ല. 20-30 പോയിട്ട് ആ വണ്ടിയുടെ പുറകിലെ ഞാൻ പോകുന്നത്. ഞാൻ വണ്ടി ഇല്ലാതെ നല്ല അത്യാവശ്യം കത്തിച്ച് വന്നോണ്ടിരിക്കുകയാണ്. ആ വണ്ടിയുടെ പുറകെ പോയിട്ട് എനിക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല. ആ അവസ്ഥയാണ്. നല്ല മഴയാണ്. 2 hours later. ഗൈസ് ഫൈനലി നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ഗ്ലിച്ചിനെ എടുക്കാൻ ഇനി അറൗണ്ട് 10-15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലിച്ചിനെ എടുക്കും. സമയം അറൗണ്ട് 7:45 സമയം. ഗ്ലിച്ചിനെ എടുക്കാനായി. ഇനിയിപ്പം കുറച്ച് ടൈം കൂടെ ഗൈസ്. നമ്മൾ എവിടെ എത്തി ഗൈസ്? നമ്മൾ അങ്ങനെ നമ്മുടെ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി അതിമനോഹരമായിട്ട് നമ്മൾ ഗ്ലിച്ചിനെ ഒന്ന് പിക്ക് ചെയ്യണം. ബോട്ട് ചെട്ടി സൈക്കിൾ റൂട്ടൊക്കെ ഉണ്ട്. അജൂസ് എനിക്ക് കുഴപ്പം തലയിടിച്ചപ്പോ എങ്ങനെയുണ്ട്? എന്റെ ഫണ്ട് ബ്രേക്കപ്പ് ആയ ഓത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? ഗ്ലിച്ചിനെ കാണാൻ. അവിടുന്ന് എങ്ങോട്ടാണ് പോണേ? ഹോം സ്റ്റേ. ഗ്ലിച്ചിന്റെ വീട്, ഹോം സ്റ്റേ, Tell me what to do. I'm losing all my cool. Feeling like ain't nobody else around us. Ain't nobody else around us. Got me breaking all my rules. It's only me and you. Feeling like ain't nobody else around us. Ain't nobody else around us. Yeah. Tell me lies like you mind crazy out of time flies. We be getting sky high. ഗ്ലിച്ചിനെ കിട്ടി. കൊറിയൻ പോയി. റിസ് കാണിച്ചടാ, ഒമേഗിൽ കാണിക്കുന്ന റിസ് കാണിച്ചു. അപ്പൊ അവരെവിടോ വെളിയിൽ പോയേക്കോ എന്തോ സാധനം മേടിക്കാനായിട്ട്. ഞാനും ഗ്ലിച്ചുള്ളൂ കാരണം ഗൈസ് അങ്ങനെ ഫൈനലി ഗ്ലിച്ചിനെ കിട്ടിയിട്ടുണ്ട്. ഗ്ലിച്ച് ബ്രോ അവിടെ ക്യാമറ കാണാൻ പറ്റുന്നു. തിരിച്ചു വെച്ചെടുക്കുന്നതുകൊണ്ട് ഫ്ലാഷ് ഒക്കെ ഇട്ടെടുത്തേക്കുന്നത്. നമ്മളിപ്പം 8:45 ഗൈസ്. ഗ്ലിച്ച് അവിടെ ഒരു പരിപാടിയുടെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്ലേറ്റും ഇതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ഹോം സ്റ്റേ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബഡ്ജറ്റിൽ നമ്മൾ ഫുഡൊക്കെ അടിച്ച് അവിടെയുള്ള കാര്യങ്ങൾ എടുക്കാം. ഇനിയിപ്പം വഴി തപ്പി പോകണം, അതാണ് മെയിൻ കാര്യം. ഗ്ലിച്ച് ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ? ഹായ്, എന്തെങ്കിലും പറ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട. അതെ അതെ, നല്ലൊരു ഇതാണ്. അപ്പൊ ഗൈസ് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ. ഇവിടെ വണ്ടി ഇട്ടു, ഇവിടെ പാർക്ക് ചെയ്തു. ഞാൻ അപ്പം എടുക്കട്ടെ. എന്ന് പറയില്ല. നന്നായി നീയൊക്കെ നന്നായി പടി വന്നിട്ടെങ്കിൽ ചുവടി പഠിപ്പിക്കും മങ്കം പടി. പന്തം കട്ടി വിളിക്കും ചന്തം കട്ടി മയക്കും മന്ദം വിട്ടവന്റെ ലംഘം പടി. അടി തന്നെ അടി. മനസ്സടക്കി പിടി പിടി. ഇത് മൊത്തം അടിയും പിടിയാണല്ലേ അല്ല. വെടിക്കും വെടി. കടിഞ്ഞാലും വേറെ അടിത്തട്ടിൽ അടി. ഉള്ളടി തെളിഞ്ഞ് തരാ നിനക്ക് തരാ നിനക്കും തരാ. പരാതി വേണ്ട നരാതമണ്ട
എന്റെ കല കീജാതം എന്റെ കലാങ്കുലിയിൽ കറ വിരോധം എന്റെ വിഷാദത്തിന് മറ. A few minutes later. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഹോം സ്റ്റേയുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എന്താ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഡെഡ് ഷോട്ട് സെറ്റ് ചെയ്തൊരു സെറ്റപ്പാണ്. ഈ സംഭവം എന്താ പറഞ്ഞാൽ ഇത് റിസോർട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തിരിച്ചു കാണിക്കാം. അങ്ങോട്ട് ഫുള്ള് ഇരുട്ടാണ്. നമ്മുടെ വണ്ടി ഇതിൻ്റെ വെട്ടത്താണ് ഇവരെല്ലാം നിൽക്കുന്നത്. വണ്ടി വെട്ടമേ ഉള്ളൂ, ഇവിടെ വേറൊന്നും ഇല്ല. അപ്പോൾ അറിയാൻ വയ്യ, നമുക്ക് നോക്കാൻ കഴിച്ച്. ആണോ പറഞ്ഞോ? ഇഷ്ടപ്പെട്ടോ? അല്ല അല്ല ചുമ്മാ പറയില്ലേ, ഇതുപോലെ വൈബ് കിട്ടാനില്ല. ഇതുപോലെ നീ വൈബ് കിട്ടാനില്ല. ഇഷ്ടപ്പെട്ടെന്ന് വെളിയിലുള്ള കാര്യം അല്ല നിങ്ങൾ നോക്ക്. വെളിയിൽ നിന്നുള്ളൊരു ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വെട്ടം പോലും ഇല്ല. വണ്ടിയുടെ വെട്ടം ആകെ ഉള്ള വണ്ടിയുടെ വെട്ടം, അതിന്റെ വെട്ടത്തെ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത്. വണ്ടിയുടെ ലൈറ്റ് അനുസരിച്ച് വേണം ഞാൻ കാണിച്ചത്. ക്യാമറ പിടിച്ചേ. വണ്ടിയുടെ വെട്ടം അണച്ചാൽ ഇതാണ് ഇവിടെ അവസ്ഥ. ഗൈസ് അപ്പം എല്ലാം പറക്കി കെട്ടി എടുത്തിട്ടുണ്ട്. പൊതിഞ്ഞെടുത്തുനിന്ന് അതേ ഫുഡ് വിളിച്ചിൻ്റെ കയ്യിലുണ്ട്, കുടിക്കാനുള്ള വെള്ളം, ട്രൈപോഡ്, ബാക്കി ക്യാമറ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൊണ്ടുവച്ചിട്ട് വന്നിട്ട് ഇത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് കയറി നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാൻ കഴിച്ച്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ദേ ഇതാണ് സ്പോട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. എൻ്റെ ഫോൺ അടിക്കാൻ ഞാൻ നോക്കട്ടെ. ഇവിടെ വെട്ടവും കാര്യങ്ങളൊക്കെ ഇടണം. ഇത് കണ്ട ഇവിടുത്തെ സ്പോട്ട് കണ്ട. രാത്രി വെള്ളം കയറി വന്നു. ഇപ്പോൾ മൺസൂൺ കാലമാണ്, രാത്രി വെള്ളം കയറി വന്നു. ഇതെല്ലാം വാട്ടറാണ്. നമ്മൾ മുങ്ങിച്ചാവും ഗൈസ്. മറ്റേ നെറ്റൊക്കെ ഉണ്ട് അവിടെ. തണുത്തോളം വന്നോ എടാ. അപ്പം തുറക്കാം മീൻസ്. വരുന്ന വഴി അത്രയ്ക്ക് അങ്ങനെ സീനാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടെ നല്ല സ്പോട്ടാണ്, സത്യം പറയാലോ. നല്ല സ്പോട്ടല്ലേ, നല്ല കിടിലൻ സ്പോട്ടാണ്. 5 out of 5 നമുക്ക് കൊടുക്കും. ഇനി തുറന്നകത്ത് കയറിയിട്ട് ബാക്കി കാര്യം എങ്ങനെയാണെന്ന് നോക്കണം. അവിടെ 1 ഇവിടെ 5. അതാ വഴിയുടെ ആ ഒരു സീനേ ഉള്ളായിരുന്നു നമുക്ക്. പിന്നെ ഇവിടെ നമുക്കൊരു അതിഥിയുണ്ട്. കുട്ടംബ്രോ നമ്മൾ ബൈക്കിൽ വരുന്ന ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതാണ് കുട്ടംബ്രോ. എല്ലാവർക്കും സുപരിചിതം. കുട്ടംബ്രോയുടെ കൂടെ ഫസ്റ്റ് വ്ളോഗാണ്. കുട്ടംബ്രോ ചോദ്യം ചോദിക്കട്ടെങ്കിൽ വാ. നാണാണ് കുട്ടംബ്രോയ്ക്ക്. ഇവിടെ വെള്ളം പൊങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമുള്ളൂ. നിങ്ങൾ നോക്കിയേ കാണാം, ഇത്രയേ ഉള്ളൂ. അളവെന്ന് പറഞ്ഞാൽ അത്രയും കയറി കിടക്കുകയാണ്. ഇനി ഇത്രയും കൂടെ പൊങ്ങുള്ളൂ. അത്രയും കൂടെ പൊങ്ങി കഴിഞ്ഞുള്ള ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഈ ഒരു ലെവലിലാണ് കിടക്കുന്നത്. അവിടെ ആ ഒരു സ്പോട്ടിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്, ഈ ഒരു ലെവലിൽ. അപ്പോൾ സ്റ്റേ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല രസമുണ്ട്, വൈബുണ്ട്. രാവിലെയൊക്കെ സെറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഗൈസ് ഇവിടെ ഒരു പൂച്ച വരെ വെയിറ്റിംഗ് ആണ് തുറക്കാൻ വേണ്ടിയിട്ട്. ഈതപ്പം അങ്ങോട്ട് ഇതൊക്കെ വെള്ളം എവിടുന്നാണ്? വെള്ളത്തിന്റെ സൈഡിൽ നിന്നിട്ട് കാണിക്കാൻ പറഞ്ഞത് മുട്ടനെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. കുത്തി തുറക്കട്ടെ. ഇവ എന്തോ പ്ലാൻ പൂച്ച കട്ട്ലേറ്റ് അടിക്കട്ടെ. വ്ലോഗാണ്, ബ്രൂട്ടലാവല്ലേ. ഇതാണ് നമ്മളെ സ്റ്റേ. സെറ്റപ്പാണ്. അപ്പൊ ഇവിടെ ഞാൻ കിടക്കും. എവിടുന്നാണ്? ഇതാണ് ചെറിയ സെറ്റപ്പ്. ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു ടേബിള്, അവിടെ ഒരു വാഷ് ബേസിൻ, ഇവിടെ ഒരു ബാത്റൂം ആയിരിക്കും. ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ബാത്റൂം കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് അടുത്ത സെറ്റപ്പ്. ഓക്കെ, അപ്പം നമുക്ക് 6-7 പേർക്ക് കിടക്കാനുള്ള സെറ്റപ്പ്, ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ളത് നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് 5-ൽ ഞാൻ ഒരു 3.5-4 കൊടുക്കും. ബാക്കി കുറച്ചൊന്ന് ഇവർക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. സംഭവം കൊള്ളാം, പക്ഷെ ഇവർക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അത് അത്രയ്ക്ക് നമ്മൾ വിചാരിക്കുന്നവർ അത്ര വൃത്തിയല്ലാന്നേ ഉള്ളൂ, ബാക്കിയല്ല. ഡെഡ് ഷോട്ട് നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ ലൈവിൽ കൂടുതൽ വർഷം കണ്ടിട്ടുണ്ടായിരിക്കും. കുട്ടപ്പായി ജിമ്മിലൊക്കെ പോയി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പായി 4 hours കുട്ടപ്പായി ആൻഡ് ഡെഡ് ഷോട്ട് ഇവർ രണ്ടുപേരാണ് ഇവിടുന്ന് എടുത്തത്. നമ്മൾ നാളെ ലുലുവിൽ പോവും. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇനിയിപ്പോൾ ഇത് മാറ്റട്ടെ. ഗൈസ് ഇവിടുത്തെ ഫുൾ വൈബ് കാണിച്ചു തരാം. ഫുൾ വൈബ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് വ്യൂ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, വാട്ടർ. ഇച്ചിരി കൂടെ ലെവലിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും. ആ സെറ്റപ്പാണ് ഇപ്പം കറന്റ് ഇവിടെ ഉള്ളത്. ഉച്ചാറല്ലേ? നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് തന്ന ഡെഡ് ഷോട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇതേപോലെ ഇവിടെ നമുക്കൊരു സ്റ്റേ വേണം. അപ്പം നമുക്കിങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. ഇത്രയും നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഓൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്റ്റേ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അത് സെറ്റാണ്. താങ്ക് യു ഫോർ ദിസ് സെറ്റപ്പ്. അതെ, ബാക്കി ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആവുന്നൊന്നും ഇല്ല, ഫുഡൊക്കെ ഒന്ന് നിരത്തി വെക്കത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ആക്കട്ടെ.
ആയിട്ട് വരാം ഗൈസ്, ബൈ ഗൈസ്. അപ്പം നമ്മൾ ഗ്ലിച്ച് കൊണ്ടുവന്ന ഫുഡ് ഇത് അവൻ അങ്ങോട്ടോട്ട് നടക്കുന്നത്. അവൻ കൊണ്ടുവന്ന ഫുഡാണിത്. അപ്പം അവൻ കൊണ്ടുവന്ന ഫുഡ് നമ്മളിവിടെ എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി വിളമ്പി. ഈ സലാഡ് നമ്മളെല്ലാം കൂടെ ഒറ്റ പ്ലേറ്റ് വിളമ്പ് അങ്ങ് എടുക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് കിടന്നുറങ്ങിയാണ്. കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ പരിപാടി ഉണ്ട് രാവിലെ 10 മണിക്ക് ലുലുവിൽ നമുക്ക് ചെല്ലണം. 10 മണിക്ക് ചെല്ലുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇവിടെ എത്ര ദൂരം ഉണ്ടാ ലുലുവിൽ? 30 സംതിങ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങണം അല്ലേ? 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് 10 മണിയാകുമ്പോൾ ലുലുവിൽ എല്ലാം പറ്റും. ഫുഡ് കഴിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നാളത്തെ വ്ളോഗിൽ കാണാം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് കഴിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ലാസ്റ്റ് പറ്റുമെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കാം. അപ്പം ബൈ. The next day.